ചാലഞ്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. റോക്കിയുടെ റോബോട്ട് ഈ കോൺടെസ്റ്റിൽ നിന്നും പുറത്തായിരിക്കുന്നു. ഇനി അടുത്തതായി നമ്മുടെ സ്കൂളിലെ ബണ്ടി അവന്റെ റോബോട്ടിനെ പ്രദർശിപ്പിക്കുന്നതാണ്. ഇനി അടുത്തതായി നമ്മുടെ തന്നെ സ്കൂളിലെ വീറിന്റെ റോബോട്ടിന്റെ ഊഴമാണ്. ഇന്ന് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നു. എല്ലാ ജഡ്ജസും വീറിന്റെ റോബോട്ടിനാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിലും നല്ലൊരു റോബോട്ടിനെ ഇനി കാണാൻ കിട്ടില്ല. വീർ, we are proud of you. Thank you sir. എന്റെ റോബോട്ടാണ് എല്ലാത്തിനേക്കാളും നല്ലത്. ഞാൻ വീറിന്റെ റോബോട്ടിനെ ചാലഞ്ച് ചെയ്യുന്നു. ഒരു ഓപ്പൺ ചാലഞ്ച്. എന്റെ റോബോട്ടിനെ ഒന്ന് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്ക്. Stop it. I say stop it. സാർ, ഇപ്പൊ നമുക്ക് മനസ്സിലാവും ആരുടെ റോബോട്ടാണ് ബെസ്റ്റ് എന്ന്. ഐ ചാലഞ്ച് വീർസ് റോബോട്ട് ഫോർ എ ഫൈറ്റ്. പ്രിൻസിപ്പൽ സാർ, അവരെ അനുവദിക്കൂ. വീറും ബൈക്ക് റേസിന്റെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തതല്ലേ, അതുകൊണ്ട് ബഡ്ഡിക്കും ചാലഞ്ച് ചെയ്യാനുള്ള അവകാശമുണ്ട്. Okay, fight. Let's see who is the best. മണ്ടനാണ് ഈ റോബോട്ട് ഉണ്ടാക്കിയത്. മര്യാദയ്ക്കൊന്ന് ഫൈറ്റ് ചെയ്യാൻ പോലും അറിയില്ല. അതെ, ഞാനുണ്ടല്ലോ. ആ പ്രേതത്തെ എന്താ ചെയ്തെന്ന് വെച്ചാൽ എങ്ങനെയാ ഞാൻ അതിനെ പിടിച്ച് മാലത്തി അങ്ങ് അടിച്ചു, കമഴ്ത്തി അടിച്ചു. ഹലോ അങ്കിൾ. ഹലോ, ശരിക്കുള്ള ഭൂതം. ഒടുവിൽ എനിക്ക് പറ്റിയാളെ കിട്ടി. ഇനി നമുക്കിവിടെ ഒരുമിച്ച് താമസിക്കാം. ഇല്ല ഇല്ല, നമുക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ല. ഇത് ഒറിജിനൽ ഭൂതമാണല്ലോ. ശരിക്കുള്ള ഭൂതം വന്നിട്ടുണ്ടോ? ശരിക്കുള്ള ഭൂതോ? ഈ കള്ളനോട്ടുകളൊക്കെ നമ്മളിനി എന്ത് ചെയ്യും? പോലീസുകാര് വന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചെന്ന് മനസ്സാ വിചാരിച്ച് ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഓടിക്കോടേ. എല്ലാവരും ഇവിടെ നിക്കേ. പോലീസ് വന്നോണ്ടിരിക്കാ. അവർക്ക് വേണ്ടി ഒന്ന് കാത്തിരിക്കേ. ഇതേതോ പീക്കിരി ചെറുക്കനാണല്ലോ, അവനെ അടിക്കടേ. Oh!
താങ്ക് യു വെരി മച്ച് ഫോർ ഇൻഫോമിംഗ് അസ്. ഈ കള്ളനോട്ടടിക്കുന്ന ഗ്യാങ്ങിനെ പറ്റി ഞങ്ങൾ വളരെ നാളായിട്ട് അന്വേഷിക്കുകയായിരുന്നു, പക്ഷെ കണ്ടുകിട്ടിയില്ല. യു ആർ മോസ്റ്റ് വെൽക്കം സർ. കണ്ടല്ലോ കുട്ടികളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, പ്രേതമൊന്നും ശരിക്കുള്ളതല്ല. ഈ കാര്യം ഒരിക്കലും മറക്കാൻ പാടുള്ളതല്ല. ഈ ഫുർസത് ഗഞ്ചിൽ ഇത്ര പെട്ടെന്ന് എവിടുന്ന ഡൈനോസർ വന്നത്? ആരെങ്കിലും രക്ഷിക്കണേ! ഹെൽപ്പ്! 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 രക്ഷിക്കണേ! എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത്? ഞാൻ മാനൊന്നുമല്ല, ഞാനൊരു കഴുതയാ. കഴുതയെ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡൈനോസേഴ്സ് നിങ്ങളെ കളിയാക്കും. എന്നെ ഒന്ന് വെറുതെ വിട്, ഒന്ന് പോയി ഇവിടുന്ന്. ഞാനിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഓ മൈ ഗോഡ്, എത്ര വലിയ ഡൈനോസോഴ്സാ! ഞാൻ വീട്ടിൽ പോയി ഒളിച്ചിരിക്കട്ടെ. ഇവിടെ എങ്ങാനും നിന്നാ ഇതുങ്ങളെല്ലാം എന്നെ പിടിച്ച് തിന്നു കളയും. എവിടെ പോയി? നീ എന്തിനാ വെറുതെ ഇവിടെ നിന്നിങ്ങനെ വിറയ്ക്കുന്നത്? ഞാൻ ഈ കഴുതുകളെ ഒന്നും കഴിക്കാറില്ലടേ. അയ്യേ, എപ്പ കഴിച്ചാൽ അതൊക്കെ തിരിച്ചിങ്ങ് വരും. ഇതെനിക്ക് അപമാനമാണ്, എനിക്ക് ഇൻസൾട്ട് ആണ്. എന്നെ കഴിക്കാതിരിക്കാനും മാത്രം എന്തു കുറവാണോ എനിക്കുള്ളത്? ഈ അപമാനത്തിനെ പ്രതികാരം ചെയ്യും. നീ വലിയ ആവേശം കാണിക്കണ്ട, അവിടുന്ന് ഓടിക്കൂ. എന്നെ ഇത്ര അപമാനിച്ചതിന് ശേഷം എനിക്ക് ഓടാൻ കഴിയില്ല. കഴുതകളെ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇയാൾക്ക് തിരിച്ചു വരും അത്രേ. താൻ എന്താ ഉദ്ദേശിച്ചത്? എന്നോട് വെറുതെ ദേഷ്യപ്പെടല്ലേ. നീ ഇത്ര ഇമോഷണൽ ആവുമെന്ന് എനിക്ക് അറിയത്തേയില്ലായിരുന്നല്ലോ. എന്താ ചെയ്യാ, മറ്റുള്ളവരുടെ ദുഃഖം കാണാൻ എനിക്കാവില്ല മകനെ. ശരി, നീ ഇങ്ങ് വാ, നിന്നെ ഞാൻ ഇപ്പൊ തന്നെ കഴിച്ചോളാം. അയ്യോ, സോറി സോറി സോറി, ചെറുതായിട്ടൊന്ന് ആവേശം കൂടി പോയതാ. സോറി. ആ പയ്യൻ നമ്മുടെ ഇരകളെ തട്ടിയെടുത്തു. നമുക്കെന്നാ ഇവനെ തന്നെ ഇരയാക്കാം. ഇത്ര നേരമായിട്ടും എന്താണ് ബ്ലാക്ക് സർക്കിൾ ഉണ്ടാകാത്തത്? ഉണ്ടാകും ബോസ്, ഉറപ്പായിട്ടും ഉണ്ടാകും. നിങ്ങൾ വിചാരിച്ചാൽ ഉറപ്പായിട്ടും ഉണ്ടാകും. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. ഇനി ഒരു പക്ഷേ ബ്ലാക്ക് സർക്കിൾ ഉണ്ടായില്ലെങ്കിൽ പോലും വീർ നമ്മുടെ കസ്റ്റഡിയിൽ തന്നെയായിരിക്കും. അതെങ്ങനെ? ബ്ലാക്ക് സർക്കിൾ നിന്നെ വിഴുങ്ങിക്കളയുമെന്ന് നമുക്ക് വീറിനോടൊരു നുണ പറയാം. അപ്പൊ ബ്ലാക്ക് സർക്കിൾ എവിടെയാണെന്നറിയാൻ വീർ മുകളിലേക്ക് നോക്കി നിൽക്കും. അവൻ അങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുമ്പോ നമ്മൾ പുറകിൽ കൂടെ പതുങ്ങിച്ചെന്ന് ദേ ഇങ്ങനെ പിടിക്കും. എന്നെ വിടറാ, നീ എന്താ ആളെ കളിയാക്കുകയാണോ? നീ ഇത് കണ്ടില്ലേ ടിംബക്ടോ? ഈ ബ്ലാക്ക് സർക്കിളിനുള്ളില് എല്ലാ സാധനങ്ങളും പെട്ടുപോകും. അതിപ്പോൾ മെറ്റലുകൾ കൊണ്ടുണ്ടാക്കിയ ഏത് വസ്തുക്കളാണെങ്കിലും വീർ മെറ്റലുകൾ കൊണ്ടുണ്ടാക്കിയ പാർട്സ് വെച്ച് പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമാണ്. അതുകൊണ്ട് ഇത്തവണ അവന് രക്ഷയില്ല. പെട്ടെന്ന് ഇടിയും മിന്നലൊക്കെ ഇത് എവിടെന്ന് വന്നു? എന്റെ ഡോങ്കി സെൻസ് പറയുന്നത് എന്തോ പ്രശ്നമുണ്ടെന്നാ. വീർ, നമുക്ക് ഇവിടുന്ന് ഓടിക്കളയാം. ഡാച്ചു 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 ഡാച്ചു. നീ എന്തിനാ ഇങ്ങനെ ഡാച്ചു ഡാച്ചു എന്ന് പറഞ്ഞു കിടന്ന് അലക്കുന്നേ? അപകടം വരുന്നുണ്ടെന്ന് ആൾക്കാരെ വാൺ ചെയ്യുകയാ ഞാൻ.
ബഡ്ജറ്റ് ആയിരിക്കും. ആളുകളെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ. അങ്ങോട്ട് പോരുത് വീർ, അത് ഭയങ്കര അപകടം പിടിച്ചതാണ്. അതിന്ന് ആൾക്കാരെ രക്ഷിക്കുന്നത് ഇമ്പോസിബിൾ ആണ്. അപ്പൂപ്പൻ പറയാറുണ്ട്, ഇമ്പോസിബിൾ പോസിബിൾ ആക്കുന്നവനാണ് ശരിക്കുള്ള വീരെന്ന്. വിങ് സ്യൂട്ട് ഓൺ. വിങ് സ്യൂട്ട് ഓൺ. ഞാനിവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ശരി, എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാ. എന്താ അത്? അവിടെ അപകടമാണല്ലോ. അതിനകത്ത് കുടുങ്ങിപ്പോയാ പിന്നെ ഒരിക്കലും കഴിക്കാൻ പറ്റില്ല. ജിണ്ടു അവിടെ നിക്ക്, നീ എങ്ങോട്ടായി പോകുന്നത്?